ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. കാരണം രാവിലെ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് പൂക്കളിടലാണ്. അപ്പോൾ മുറ്റടിക്കണം, അതിനുശേഷം പൂക്കളിടണം, അങ്ങനെ കുറച്ചധികം സമയം തന്നെ രാവിലെ പോകും. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് മുറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുറ്റത്താണെങ്കിൽ ഒരു ആര്യവേപ്പിൻ്റെ മരമുണ്ട്. അപ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു ഇലകളല്ലേ, അത് ഫുള്ള് നമ്മുടെ മുറ്റത്തേക്കാണ് വീഴുന്നത്. കൂടാതെ രാവിലെ നല്ല മഴയായിരുന്നു. ആ ഒരു മഴവെള്ളത്തിൽ ഫുള്ള് ഇലകൾ ഇതുപോലെ പറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഇതുപോലെ അടിച്ചു മാറ്റുവാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ ആ ഒരു സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വീട്ടുമുറ്റത്ത് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പറമ്പിലൊക്കെ, അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടുത്തുള്ള പൂക്കളൊക്കെ പറിച്ചിട്ട് ഞാൻ പൂക്കൾ ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് വെച്ച പൂ നമ്മുടെ വീട്ടിൽ തന്നെ വിരിഞ്ഞതാണ്. നമ്മുടെ ഒരു കൈയുടെ ഒരു വിരലിൻ്റെ അത്ര മാത്രമേ ഉള്ളൂ ആ ഒരു ചെടിയുടെ നീളം. അതിൽ ഫസ്റ്റ് വിരിഞ്ഞ പൂവാണത്. അത് ഞാൻ തന്നെ ഫസ്റ്റ് പറിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ പൂക്കൾ ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പൂക്കളിടാൻ പരിപാടിയൊന്നും ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കാറില്ല. അതൊക്കെ ഞാൻ തന്നെയാണ് ഏറ്റെടുക്കാറ്. അതിനുശേഷം നമ്മളിപ്പോൾ ഇടുന്നത് ഇല കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ഞാൻ ഇന്നലെ രാത്രി തന്നെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ എല്ലാ പ്രാവശ്യവും ഓണത്തിൻ്റെ അന്നാണ് ഈ ഇലകൾ കട്ട് ചെയ്തിട്ട് ഇടാറ്. അതായത് ഓരോ വട്ടത്തിനും ബോർഡറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് പൂക്കളൊക്കെ കുറവായത് കൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ആ ഒരു ഇലകളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പറമ്പിൽ തന്നെ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവുമായിരുന്നു പറിക്കാൻ വേണ്ടിയിട്ട്. വട്ടപ്പിരിയോ അരിപ്പോ ഒക്കെ തന്നെ ഉണ്ടാവുമായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും പൂക്കളൊക്കെ ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം ആണെങ്കിൽ ഒട്ടും പൂവില്ല. വട്ടപ്പിരിയത്തിൻ്റെ ചെടികളൊക്കെ നശിച്ചു പോകുന്നതാണ് കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇനിയിപ്പം മഴ കൂടുതലായതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ചെമ്പരത്തി ചെടിയുടെ മുകളിൽ പോലും ഒരു ചെമ്പരത്തി പൂവും കാണാനില്ല. അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. മയിൽ ടൗണിലൊക്കെ ആണെങ്കിലും പൂക്കളൊന്നും വെക്കാൻ വെച്ചിട്ടില്ല. ഇനി ഓണത്തിന് മാത്രമേ വരുള്ളായിരിക്കും. നമ്മുടെ വീടിൻ്റെ താഴെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പുഴയും വയലൊക്കെയാണ്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇപ്പം പൂക്കളൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ ഒരു പൂക്കളൊക്കെ പറിക്കാൻ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് നാളേക്ക് ഇടാൻ വേണ്ടിയിട്ട് പൂക്കൾ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നേ പൂക്കളൊക്കെ സെറ്റാക്കി വെക്കാം. അതാകുമ്പോൾ രാവിലെ നമുക്ക് ഇട്ടാൽ മതിയല്ലോ. അതാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കൃഷ്ണകിരീടം കൂടി ഇട്ടിട്ട് ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പൂക്കൾ ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പുഴക്കരൂന് പോകണം. അതായത് പുഴയുടെ അടുത്താകുമ്പം കുറേ അധികം പൂക്കൾ ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ പറമ്പിൽ തന്നെ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒന്നും തന്നെ ഇല്ല, എന്താണെന്നറിയില്ല. അതുകൊണ്ട് നമുക്ക് പുഴയുടെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പൂക്കളൊക്കെ പറിച്ചിട്ട് വരാം. അതാകുമ്പോൾ നമുക്ക് നാളത്തേക്ക് അടിപൊളിയായിട്ട് പൂക്കൾ ഇടാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് റെഡി ആവുന്നുണ്ട്. കാരണം കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് റീൽസൊക്കെ എടുത്ത് ഇടുവാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ആ ഒരു ഓണത്തിൻ്റെ വൈബൊക്കെ കിട്ടുന്നതാണ് വിചാരിക്കുന്നത്. കുറേ ആയി നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച കുറച്ച് ഒരുങ്ങി ഒന്ന് റെഡിയായിട്ട് പോവാന്ന്. ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുകയുള്ളൂ. കാരണം എനിക്ക് ആൾക്കാരെ മുന്നിൽ നിന്ന് അഭിനയിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് നമുക്ക് വേഗം പോവാം. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞാൻ എന്തായാലും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രീൻ കളർ പോലത്തെ ഒരു ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്. അത് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ വയലിൻ്റെ നടുക്കൊക്കെ നിന്നിട്ട് എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയും കിട്ടുമല്ലോ. അപ്പോൾ വേഗം റെഡി ആയിട്ട് പോവാം. അപ്പോൾ പോകുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ താഴേക്ക് ഫുള്ളായിട്ട് റബ്ബർ തോട്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി പോകാനുണ്ട്. പോകുന്ന വഴിയിൽ ഈ ഒരു ചെടി കണ്ടു. അപ്പം അമ്മ പറഞ്ഞു ഇതിൻ്റെ പേര് നാവ് നീട്ടി പൂന്നാണ്. പണ്ട് അമ്മയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന സമയം ഈ ഒരു പൂക്കളാണ് കൂടുതലായിട്ട് ഓണത്തിന് ഇട്ടതെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ കുറച്ചധികം തന്നെ അത് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കൃഷ്ണകിരീടമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാടുണ്ടായിരുന്നു കൃഷ്ണകിരീടം. പക്ഷേ കാടായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനേ പറ്റുന്നില്ലായിരുന്നു. നമ്മളാണെങ്കിൽ കത്തിയോ കാര്യമൊന്നും എടുത്തിട്ടില്ല. ഇല്ലെങ്കിൽ
നമുക്ക് ആ ഒരു പുല്ലൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് പറിക്കായിരുന്നു. പക്ഷെ നമ്മളതൊന്നും എടുക്കാതെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്, മീഷോന്ന് വാങ്ങിയതാണ്. ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വയലിൻ്റെ നടുക്കൊക്കെ പോയിട്ട് റീൽസൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഈ ഒരു ഡ്രസ്സ് ഇട്ടത് കേട്ടോ. അങ്ങനെ കൃഷ്ണഗിരിയുടെ ഒക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓണാവാൻ കുറേ ദിവസമുണ്ട്. അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സമയത്തേക്ക് പൂക്കളൊക്കെ പറിക്കാൻ പോകാമല്ലോ. അതുകൊണ്ട് ബാക്കി അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൂടെ ചെറിയൊരു തോട് പോകുന്നുണ്ടായിരുന്നു. നല്ല വെള്ളമാണ് കേട്ടോ. ഇവിടുന്ന് അലക്കുന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കാരണം അലക്കുകല്ലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ താഴേക്ക് ഒത്തിരി പോയി കഴിഞ്ഞാലാണ് പുഴയും വയലൊക്കെ എത്തുന്നത്. ആദ്യം വയലാണ്, ആ ഒരു വയൽ ഫുള്ള് കടന്നിട്ട് വേണം പുഴേൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തോട്ടിലെ വെള്ളത്തിൽ ഇരുന്നിട്ടൊക്കെ ഞാൻ റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. വെള്ളം തെറിപ്പിക്കുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്തിട്ട് ഒരു റീൽസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഇറങ്ങുവാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു തോടിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. ഒത്തിരി വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണഗിരിയിടം പറിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ആ ഒരു കവറിൽ കൃഷ്ണഗിരിയിടോ നാവ് നീട്ടിപ്പൂവൊക്കെയാണ് ഉള്ളത്. ഇനി നമുക്ക് വയലിൻ്റെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളറിലുള്ള പൂക്കളാണ് കിട്ടുന്നത്. അപ്പോൾ റീൽസ് എടുക്കലും കൊണ്ട് തന്നെ കുറേ സമയമായിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് പൂക്കളൊക്കെ പറിച്ച് നമ്മളിനി വയലിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ശരിക്കുള്ള റീൽസും കാര്യമൊക്കെ എടുക്കേണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചത് സാരിയൊക്കെ എടുത്ത് സെറ്റായി വയലിലേക്ക് പോവാം വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടെന്നാണ്. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ആരും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ എന്തോ ആണ്. അതുകൊണ്ട് ഞാൻ ആരെ കണ്ടാലും വീഡിയോ എടുക്കാറില്ല. ആരുമില്ലാത്ത നല്ല പ്രൈവസി ഉള്ള ഏരിയയിൽ പോയാൽ മാത്രമേ ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയുള്ളൂ. അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ ഇത്. അവിടെയാണെങ്കിൽ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും ജോലിക്കൊക്കെ പോയിട്ടായിരിക്കും. ആരും വീട്ടിൽ തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ വയലിലെത്തി. അടിപൊളി വൈബായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഇതിനെയൊക്കെ പിടിച്ചിട്ട് കിണറ്റിലൊക്കെ കൊണ്ടുവിടാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണെന്നറിയില്ല, പിടിക്കാനൊന്നും തോന്നിയില്ല. ഓണത്തിന് കട്ട് ചെയ്തിട്ടിടുന്ന ചെറിയ ഇലയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിട്ടാൽ. അപ്പോൾ കുറച്ച് അതും കൂടെ നമുക്ക് പറിക്കാം. നമ്മളെ വീഡിയോ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞല്ലേ. ഇതാ നമ്മൾ പോവാണ് ഗൈസ്. അടിപൊളി വൈബാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വീഡിയോ എടുക്കാൻ ആരുമില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകതയും. ആരും കാണാനില്ലായിരുന്നു. കിടിലൻ വീഡിയോസ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും അങ്ങനെ കേട്ടോ. വീഡിയോ എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. എപ്പോഴും പറയും നമുക്ക് യൂട്യൂബിൽ റീച്ച് ആവണം. പക്ഷേങ്കിൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ നമുക്കൊന്നും പറയാനുണ്ടാവില്ല. അന്നേരം ഞാൻ തന്നെ എല്ലാം പറയണം. അപ്പോൾ നമ്മൾ കണ്ടത്ത് പോയി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ റെഡിയായി. നമ്മളൊന്ന് മടിയിലേക്ക് പോവാണ്. എനിക്കൊരു ഡോക്ടറെ കാണിക്കണം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല പനിയായിരുന്നു ഒരാഴ്ചയായിട്ട്. പനി കുറഞ്ഞു, പക്ഷെ തലവേദന ഒട്ടും കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാമെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ കണ്ടത്ത് പോയ സമയം എനിക്ക് നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. ഒരാളും അവിടെ ഇല്ലായിരുന്നു, ഒരാൾക്കാരും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടത്തിന് അഭിനയിക്കാനൊക്കെ പറ്റി. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വേഗം റെഡി ആയിട്ട് പോവാട്ടോ. അങ്ങനെ ഞാൻ ഡോക്ടറൊക്കെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു നല്ല കഫക്കെട്ട് ഉണ്ടെന്ന് തോന്നുന്നു, നല്ലോണം ആവി പിടിക്കാനും പിന്നെ മെഡിസിനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.